ഒരിടത്ത് ഭംഗിയുള്ള പൂന്തോട്ടവും അതിൻ്റെ ഉടമയും ഉണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ തോട്ടത്തിലെ പഴങ്ങൾ കൊത്തിത്തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെ അയാൾ കെണിയിലാക്കി. തന്നെ തുറന്നുവിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പക്ഷി അയാളെ അറിയിച്ചു. അത് കേട്ട് അയാൾ സമ്മതം മൂളുകയും പക്ഷിയെ തുറന്നുവിടുകയും ചെയ്തു. തോട്ടക്കാരൻ തന്നെ പിടിക്കില്ലെന്ന് ഉറപ്പായ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് ചെന്നിരുന്ന ശേഷം പക്ഷി പറഞ്ഞു, തിരിച്ചെടുക്കാനാവാത്തതിനെ ഓർത്ത് ഖേദിക്കരുത്, അസാധ്യമായതിൽ വിശ്വസിക്കരുത്, അപ്രാപ്യമായതിനെ തേടിപ്പോകരുത്. പക്ഷി തുടർന്നു, നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു നാരങ്ങയുടെ വലുപ്പമുള്ള മുത്ത് എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചേനെ. ഇത് കേട്ട് അരിശം കയറിയ ആ മനുഷ്യൻ പക്ഷിയെ പിടിക്കാൻ മരത്തിൽ വലിഞ്ഞു കയറി. അയാൾ അടുത്തു ചെല്ലും തോറും പക്ഷി കുറച്ചുകൂടി ഉയരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവസാനം വൃക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന ചില്ലയിലേക്ക് പറന്നു ചെന്നിരുന്നു. ആ മനുഷ്യൻ വിടാതെ അതിന്റെ പിറകെ ചെന്നു. ആ ചില്ല ഒടിയുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു. ആ പക്ഷി പറന്നു പോകുന്ന നേരം പരിക്കേറ്റ് കിടക്കുന്ന തോട്ടക്കാരനെ നോക്കി ഇങ്ങനെ ഉപദേശിച്ചു, ചിരിച്ചു കിട്ടാത്തതിനെ ഓർത്ത് ഖേദിക്കരുത്. പക്ഷേ എന്നെ തുറന്നു വിട്ടയുടനെ നിങ്ങൾ എന്റെ പിന്നാലെ വന്നു. അസംഭവ്യമായത് വിശ്വസിക്കരുത്. എന്നിട്ടും എന്നെപ്പോലൊരു പക്ഷിയിൽ ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള മുത്തുണ്ടാകുമെന്ന് നിങ്ങൾ കരുതി. അപ്രാപ്യമായതിന്റെ പിന്നാലെ പോകരുതെന്നും പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ എന്നെ പോലൊരു പക്ഷിയെ പിടിക്കാനായി മരത്തിൽ കയറി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പക്ഷി ദൂരത്തേക്ക് പറന്നുപോയി. ഇത് വെറുമൊരു പക്ഷിയുടെ കഥയല്ല. നമ്മളിൽ പലരും ഇതുപോലെയാണ്. നമ്മൾ സ്വയം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക. വെറുതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോകരുത്.